ശബരിമല വിവാദത്തിൽ നിർണായകമായത് സ്വർണ്ണക്കൊള്ളയെന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷനും എല്ലാം ചേർന്ന ഗൂഢസംഘം ശബരിമലയിലെ സ്വർണം തട്ടിയെടുത്തു എന്നുള്ള നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസ് ഒടുവിൽ എത്തിച്ചേർന്നത്. പാളികളിൽ നിന്നും സ്വർണം എടുത്തു എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ മൊഴി നൽകി. ഇതിനിടയിൽ ശ്രീകോവിലിലെ യോഗാദണ്ഡും രുദ്രാക്ഷവും കടത്തിയെന്നുള്ള വാർത്തയും പുറത്തുവന്നു. 2019 മുതൽ ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണം കൊള്ളയടിക്കാൻ ആസൂത്രിത നീക്കങ്ങളുണ്ടായി എന്നാണ് വിജിലൻസിന്റെ അനുമാനം. ഇതിന് ചുക്കാൻ പിടിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഒപ്പം ചില ഉദ്യോഗസ്ഥരും. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണപ്പാളി ആസിഡിൽ ലയിപ്പിച്ച് സ്വർണം വേർതിരിച്ചെടുത്തുവെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. 1 കിലോ സ്വർണം ലഭിച്ചു. അതിൽ 420 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. 520 ഗ്രാം സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തു. ശേഷിച്ച സ്വർണം പുതിയ ചെമ്പുപാളിയിൽ പൂശി സന്നിധാനത്തേക്ക് കൊണ്ടുപോയി. ഈ മൊഴി ഉദ്യോഗസ്ഥർ പൂർണ്ണമായും മുഖവിലക്കെടുക്കുന്നില്ല. പങ്കജ് ഭണ്ഡാരി ഇങ്ങനൊരു മൊഴി നൽകുന്നതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുള്ള ഒരു ഗൂഢാലോചനയുണ്ടോ എന്നാണ് വിജിലൻസിന്റെ സംശയം. അതിന് കാരണം യഥാർത്ഥ കവചം കൈവശം വെച്ചിരിക്കുന്ന ആളെ സംരക്ഷിക്കാൻ ഈ രണ്ടുപേരും കൂടി ചേർന്ന് കുറ്റം ഏറ്റെടുക്കുകയാണോ എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ പിന്നെ എന്തിനാണ് കവചങ്ങൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയതെന്ന സംശയമാണ് ഉയരുന്നത്. അവിടെ ബാംഗ്ലൂരുവിൽ എത്തിച്ച ശേഷം ഏതാണ്ട് 39 ദിവസങ്ങൾ എടുത്ത ശേഷമാണ് ഈ കവചങ്ങൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത്. അപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി പൂർണ്ണമായും ദുരൂഹമാണെന്ന് പറയാം. മാത്രമല്ല, പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകൻ ആദ്യഘട്ടത്തിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു. ആ പ്രതികരണം കേട്ടാൽ തന്നെ ഈ ദുരൂഹത വ്യക്തമാകും. സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് പ്യുവർ കോപ്പർ കൊണ്ടുള്ള പാളികളാണ്. ഓൾറെഡി പ്ലേറ്റ് ചെയ്ത ഗോൾഡ് ആണെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യാനോ റിക്കവർ ചെയ്യാനോ ഉള്ള ഒരു പ്രോസസ്സ് ഞങ്ങൾ അണ്ടർടേക്ക് ചെയ്യാറില്ല. ഇതിന് പിന്നാലെയാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നത്. ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ സൂക്ഷിച്ചിരുന്ന യോഗദണ്ഡും രുദ്രാക്ഷമാലയും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന സംശയം. 2019 ഏപ്രിലിലെ ഈ ഉത്തരവാണ് ഈ സംശയത്തിന് കാരണം. അപാകതകൾ പരിഹരിക്കാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തെടുക്കുന്ന ഉത്തരവാണിത്. മാത്രമല്ല, ഇതിൽ സ്വർണം കെട്ടിക്കാൻ ജയപത്മൻ എന്ന വ്യക്തിയെ ചുമതലപ്പെടുത്തിയതായും ഉത്തരവിലുണ്ട്. അത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനാണ്. യോഗദണ്ഡിൽ 18 ചുറ്റ് സ്വർണം കെട്ടിയിരുന്നു. ഈ ജോലികൾ സന്നിധാനത്ത് തന്നെ വെച്ചാണ് നടന്നതെന്ന് വിശദീകരിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. ആരോപണത്തിൽ എ പത്മകുമാറിന്റെ വിശദീകരണം ഇങ്ങനെ: നമ്മൾ തന്നെ ചെയ്തേക്കാം, വേറെ ആരെയും ഇപ്പൊ കണ്ടുപിടിക്കാൻ, സ്പോൺസറെ ഒന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളെ അന്ന് വിഷുവിന് വിഷുക്കണി എല്ലാം കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, സാധാരണ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ പലതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ വെച്ച് തന്നെയാണ്, ശബരിമല വെച്ച് തന്നെ അത് വൃത്തിയാക്കി ചെയ്ത് അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നു. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, അതൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ല. സ്വർണം ചുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മോതിരം പോലെ ചെറിയ ചുറ്റ്, അതിലൊരു 4-5 ചുറ്റുണ്ട്. ആ ചുറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. അതൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇനി അറിയാനുള്ളത് ഭഗവാന്റെ സ്വത്ത് മോഷ്ടിക്കാൻ ആരൊക്കെ കൂട്ടുചേർന്നു എന്നുള്ളതാണ്. എന്തൊക്കെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി എന്നും. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.